വാഹനപ്രേമികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വാഹനമാണ് മഹീന്ദ്ര താർ. താറിനോട് ഇത്രത്തോളം ഇഷ്ടം കൂടാനുള്ള കാരണം പ്രധാനമായും വാഹനത്തിന്റെ ഡിസൈൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോമൺ യൂസിനാണെങ്കിൽ പോലും താർ പ്രിഫർ ചെയ്യുന്ന രീതിയും ഇന്ന് പതിവാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഒരു വാഹനമായും താർ മാറിയിട്ടുണ്ട്. അതിന്റെ കാരണമാണ് ഇന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയുന്ന പോലെ മഹീന്ദ്ര താർ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓഫ് റോഡിംഗ് ശേഷിക്ക് വേണ്ടിയാണ്. അതായത് ദുർഘടമായ വഴികളിലൂടെയും പരുപരുത്ത ഭൂപ്രദേശങ്ങളിലൂടെയും ഓടിക്കാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ഉയർന്ന വേഗതയുള്ള റേസിംഗ് വാഹനമായി കണക്കാക്കപ്പെടുന്നില്ല. പലരും ഇത് മറന്നുകൊണ്ട് നമ്മുടെ നിരത്തുകളിൽ ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. താറിന് സാധാരണയായി മണിക്കൂറിൽ ഏകദേശം 155 കിലോമീറ്റർ വരെ വേഗത്തിലെത്താൻ കഴിയും. ഇത് സാധാരണ ഹൈവേ ഡ്രൈവിംഗിന് മതിയായ വേഗതയാണ്. ഒരു ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ബോക്സി രൂപകൽപ്പനയും ഓഫ് റോഡ് ടയറുകളുമുള്ള വാഹനമാണ് താർ. ഈ ഘടകങ്ങൾ ഓഫ് റോഡിങ്ങിന് വളരെ മികച്ചതാണെങ്കിലും വളരെ ഉയർന്ന വേഗത്തിൽ ഓടുമ്പോൾ മറ്റു കാറുകളെ അപേക്ഷിച്ച് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ മുതിർന്ന യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് 4 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുള്ള വാഹനമാണ് താർ. ഇത് നല്ല സുരക്ഷാ നിലവാരമാണെങ്കിലും ഉയർന്ന വേഗതയിൽ ഓടുമ്പോൾ സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ താർ നല്ല പവർ ഉള്ളതും ഹൈവേയിൽ വേഗത്തിൽ ഓടിക്കാൻ കഴിയുന്നതുമായ ഒരു വാഹനമാണ്. എന്നാൽ സ്ഥിരമായി അമിത വേഗതയിൽ ഓടിക്കാനോ വേഗതയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഡ്രൈവിംഗിനോ വേണ്ടി മാത്രം വാങ്ങുന്നത് ഈ വാഹനത്തിന്റെ ഓഫ് റോഡിംഗ് എന്ന യഥാർത്ഥ ശേഷിയെ ഉപയോഗപ്പെടുത്താതിരിക്കുകയും സുരക്ഷയെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഒരു വാഹനത്തിന്റെ വേഗത, അതിന്റെ രൂപകൽപ്പന, എഞ്ചിൻ പവർ, എയറോഡൈനാമിക്സ്, സസ്പെൻഷൻ സിസ്റ്റം, ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്ന ഉപയോഗം എന്നിവയെ ആശ്രയിച്ചിരിക്കും. താർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേഗതയ്ക്കല്ല, മറിച്ച് ദുർഘടമായ വഴികളിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കാണ്. വേഗത കൂടിയ വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നല്ല റോഡുകളിൽ മികച്ച പ്രകടനത്തിനും സ്റ്റെബിലിറ്റിക്കും മുൻഗണന നൽകിക്കൊണ്ടാണ്. സ്റ്റെബിലിറ്റി എന്നത് കാറിന്റെ ഭാരം, വീൽ ബേസ്, സസ്പെൻഷൻ ട്യൂണിംഗ്, എയറോഡൈനാമിക്സ് ഡിസൈൻ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി താറിന്റെ അപകട സാധ്യതകളെ കുറിച്ച് നോക്കിയാൽ, താർ ഒരു ഓഫ് റോഡ് വാഹനമായതിനാൽ അതിന്റെ രൂപകൽപ്പന കാരണം റോഡിലെ സ്ഥിരതയിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് അമിത വേഗതയിൽ ഓടിക്കുമ്പോൾ താറിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതിനാൽ ഗുരുത്വാകർഷണ കേന്ദ്രം ഉയർന്നിരിക്കും. ഇത് പെട്ടെന്നുള്ള വളവുകളിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിത കൂട്ടിയിടികളിൽ മറിഞ്ഞു പോകാനുള്ള സാധ്യത മറ്റ് സെഡാൻ അല്ലെങ്കിൽ ലോ റൈഡിംഗ് SUVകളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഗ്ലോബൽ NCAP 2020 നടത്തിയ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടെസ്റ്റിൽ താർ അസ്ഥിരമായ ഡൈനാമിക് സ്വഭാവം കാണിച്ചിരുന്നു. എന്നാൽ പുതിയ താർ റോക്സ് പോലുള്ള മോഡലുകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫീച്ചറുകളോടെയാണ് വരുന്നത്.